ഹലോ ഗായ്സ്, വെൽക്കം ടു സാരസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് ഇവിടെ. എൻ്റെ മാമൻ്റെ മോൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട് ലക്ഷദ്വീപിൽ. അപ്പോൾ ഇന്ന് അങ്ങനെ പെൺവീട്ടിൽ നിന്ന് പലഹാരങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ്. അങ്ങനെ അവരുടെ വണ്ടി ഇതാ എത്തിക്കഴിഞ്ഞു. പെൺവീട്ടിൽ നിന്ന് വന്ന ആൾക്കാരും പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് അത് ഇറക്കും. ഇത് ശരിക്കും ഇതിനോടൊപ്പം കുറേ പെണ്ണുങ്ങളുള്ളതാണ്. അവർ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, എത്താറായി. അപ്പോൾ പെണ്ണുങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ സാധനം വണ്ടി കയറ്റി ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കും. അങ്ങനെ അവർ അതുപോലെ കയറ്റിയിട്ട് ആണുങ്ങളെ മുമ്പിൽ വിട്ടു. ഇപ്പോൾ പെണ്ണുങ്ങളെത്തും. ഈ പലഹാരങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ചതില്ല കേട്ടോ, ഇത് ശരിക്കും ഹോം മെയ്ഡാണ്. ബന്ധക്കാരും ആൾക്കാരും കൂടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പെണ്ണുങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ, അതായത് പെണ്ണിൻ്റെ അപ്പച്ചിമാരും മാമൻ്റെ ഭാര്യ, വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ, അവരെ ആക്കിയാണ് വിടുന്നത്. ക്യാമറ കണ്ടപ്പോൾ കുറേ പേര് മറഞ്ഞിട്ടോ. പലർക്കും ക്യാമറ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നാണമാണ്. അപ്പോൾ ബാക്കി നമ്മുടെ ഹസീബും ആൾക്കാർ ഇറക്കി വയ്ക്കും. നമുക്കിനി അകത്തേക്ക് പോവാം. ഇതാണ് ഗെയ്സ് നമ്മുടെ അകത്തിലെ ഒരുക്കങ്ങൾ. അവർ വരുന്നത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പലഹാരങ്ങൾ കൊണ്ടുവരുന്ന വിവരം ഇവിടെ പറയത്തില്ല. നമുക്ക് എല്ലാവരെയും അറിയാമല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ അവർ വരുന്നത് കരുതി വെക്കും, കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കും. ഇതിപ്പോൾ ബന്ധുക്കൾ തമ്മിലാണ്, അതായത് ബന്ധത്തിൽ നിന്നാണ് വിവാഹം കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവർ വരുന്നത് അറിയാവുന്നത് കൊണ്ട് ഫുഡൊക്കെ ഒരുക്കി കാത്തിരുന്നു. ഇവിടെ വിവാഹം നടത്തുന്നത് ഓഡിറ്റോറിയത്തിലല്ല, വീടുകളിൽ തന്നെയാണ് വിവാഹം നടത്താറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് പണികൾ കൂടുതലായിരിക്കും. കുടുംബത്തിലെ ഓരോ അംഗങ്ങളും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ കുടുംബവും എല്ലാവരും ഒത്തുകൂടിയിട്ടാണ് വിവാഹം നടത്തുക. കാരണം ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നില്ല, പന്തലിടിക്കാനൊന്നും ആളെ കൊണ്ടുവരുന്നില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്യും, ഏറ്റെടുത്ത് എല്ലാവരും ചെയ്യാറാണ് പതിവ്. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ വിളിച്ചു വരുന്ന ആൾക്കാർക്ക് നമ്മൾ പലഹാരങ്ങളും ചായ അങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ ചെയ്തു തുടങ്ങും. അങ്ങനെ കുറേ പണിയുണ്ട്. മാത്രമല്ല പന്തലിടാനുള്ള സ്ഥലങ്ങളൊരുക്കും, വീട്ടിലേക്കുള്ള കുറേ പാത്രങ്ങളൊക്കെ അടുപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായാലും ദ്വീപുകാരുടെ ഓരോ വിവാഹം നടക്കുന്നതും എല്ലാവരുടെയും സഹകരണവും കുടുംബക്കാരുടെ ഐക്യം തന്നെയാണ്. അപ്പോൾ വന്ന പെണ്ണുങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇനി അവരോടൊപ്പം വന്ന ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അടുത്തത്. അപ്പോൾ അവരെ സൽക്കരിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഓരോ ദ്വീപിലും ഓരോ രീതിയിലാണ് വിവാഹങ്ങൾ ഉള്ളത്. ചടങ്ങുകൾ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ദ്വീപിൽ ചെക്കൻ്റെ വീട്ടിലും അതുപോലെ തന്നെ പെൺവീട്ടിലും ഭക്ഷണങ്ങളും എല്ലാം ഒരുക്കി കാത്തിരിക്കണം. കാരണം പെണ്ണിൻ്റെ കൂടെ വരുന്നവർക്ക് ചെക്കൻ്റെ വീട്ടിലും ചെക്കൻ്റെ കൂടെ പോകുന്നവർക്ക് പെൺവീട്ടിലും ഭക്ഷണങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.